സർവൈവൽ വാട്ട് കോമ്പണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? നമ്മൾ വെള്ളത്തിൽ നമ്മളെ ഫിഷിന് ജീവിക്കാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? അപ്പോൾ നമുക്കറിയാം ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ മൈൻഡിലോട്ട് ഓടി വരിക നമ്മളെ ഫിഷാണ്. അപ്പോൾ ഫിഷിന് വെള്ളത്തിൽ ജീവിക്കാൻ എന്തൊക്കെയാണ് വേണം? സൺലൈറ്റ്, സൂര്യപ്രകാശം വേണം. അതുപോലെ അക്വാട്ടിക് പ്ലാന്റ്സ്, എന്ത് വേണം? അവർക്ക് പ്ലാന്റ്സ് ഫുഡ് വേണം അല്ലേ. നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഫുഡ് വേണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ഓക്സിജൻ. ഈ ഓക്സിജൻ തന്നെ നമ്മളെ ഫിഷിനും വേണം. കാരണം ഈ ഓക്സിജൻ ഇല്ലാതെ അവർക്ക് എവിടെ ജീവിക്കാൻ കഴിയില്ല? വെള്ളത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതായത് ലിവിങ് തിങ്സ്, എല്ലാ ജീവനുള്ള ആളുകൾക്കും വേണ്ടതാണ് ഓക്സിജൻ. അപ്പോൾ സൺലൈറ്റ് വേണം, അക്വാട്ടിക് പ്ലാന്റ്സ് വേണം, ഓക്സിജൻ വേണം. ഇനി മിസ്സിൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ഈ ഒരു പിക്ചറിൽ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്, അതുപോലെ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും. അപ്പോൾ നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റുമല്ലേ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്രെയിന്, കൊക്കിന് എന്തുണ്ട്? ജീവനുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ലിവിങ് തിങ്സിൽ എഴുതാം. അതുപോലെ ഫ്രോഗ്, ക്രാബ്, ഡക്ക്, ടോട്ടോയ്സ്, ഡ്രാഗൺ ഫ്ലൈ, ഫിഷ്, ഗ്രാസ് ഹോപ്പർ, സ്നെയിൽ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് ജീവനുള്ളതിൽ എഴുതാൻ പറ്റും. ഇനി ജീവനില്ലാത്തത് എന്തൊക്കെയാണ് മിസ്സിൻ്റെ മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഒന്ന് നോക്കി നോക്കിയേ. യെസ്, ജീവനില്ലാത്ത സാധനമല്ലേ വാട്ടർ. ഈ കാണുന്നതൊക്കെ വെള്ളമാണ്. അപ്പോൾ വാട്ടറിന് എന്തില്ല? ജീവനില്ല. അപ്പോൾ നോൺ ലിവിങ് തിങ്സിൽ നമുക്ക് വാട്ടർ കൊടുക്കാം. അതുപോലെ സ്റ്റോണ്, കല്ലുകളുണ്ടാവും. പിന്നെന്താ, വലിയ പാറയുണ്ട് അല്ലേ, റോക്ക്, ഇതൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? അപ്പോൾ സോയിൽ, അതിൽ മണ്ണുണ്ടാവും, സോയിൽ കൊടുക്കുക, റോക്ക് കൊടുക്കുക, സ്റ്റോണ് കൊടുക്കുക, വാട്ടർ കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ജീവനില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ കാറ്റഗറൈസ് ചെയ്യാം. ഈ ഒരു ടേബിളിലാണ് നമ്മളത് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ആ ഒരു പിക്ചർ നോക്കിയിട്ട് ലിവിങ് തിങ്സിനും നോൺ ലിവിങ് തിങ്സിനും കാറ്റഗറൈസ് ചെയ്യുകയാണ് വേണ്ടത്. മിസ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മക്കൾക്ക് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ജീവനുള്ള ഇതൊക്കെ നമ്മൾ ലിവിങ് തിങ്സിൽ വരും. ജീവനില്ലാത്തത് നമുക്കറിയാം, റോക്ക്, സ്റ്റോണ്, സോയിൽ, വാട്ടർ, ഇതൊക്കെ എന്തില്ല? ജീവനില്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലെഴുതാം. ഓൾ ഓഫ് യു ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ദ ഹാബിറ്റേറ്റ്. മിസ് ഓൾറെഡി പറഞ്ഞു, ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ് എന്നാണ് നമ്മൾ അവിടെ ഒരു ടോപ്പിക്ക് പറഞ്ഞത്. അതിൽ ഫുഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹാബിറ്റേറ്റ്, വാസസ്ഥലം. അതായത് നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ഥലം വേണം അല്ലേ. അപ്പോൾ ഓരോ ജീവികളും ഓരോ സ്ഥലങ്ങളിലാണ് ജീവിക്കുക. എവരി ലിവിങ് തിങ്സ് ആസ് എ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്. ഓരോ ജീവികളും അവർക്ക് അനുസരിച്ചുള്ള, അതായത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുക. അതായത് അവരെ വാസസ്ഥലങ്ങളെയാണ് നമ്മൾ ഹാബിറ്റേറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം ഹാബിറ്റേറ്റ് ഏതൊക്കെയാണ്. ഗ്രാസ് ലാൻഡ്, പുൽമേട്. ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലേ, ഈ പുൽമേട്. ഈ പുൽമേടിൽ ഒരുപാട് ജീവികൾ ഉണ്ടാവാറുണ്ട്. നമ്മളെ കൗ, ഹോസ്, അതുപോലെയുള്ള ഒരുപാട് ജീവികൾ നമ്മൾ എന്തുണ്ടാവലുണ്ട്? ഗ്രാസ് ലാൻഡ്, പുൽമേടിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഹാബിറ്റേറ്റ് ആണ് ഡെസേർട്ട്, മരുഭൂമി. ഡെസേർട്ടിൽ എന്താ? ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ. നമ്മളെ ക്യാമലുണ്ട്, അതായത് നമ്മളെ ഒട്ടകം, ഒസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി, സ്നേക്ക്, അവിടെ ജീവിക്കുന്ന സ്നേക്ക് ഉണ്ട്. അതുപോലെ ഷീപ്പ്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. അപ്പോൾ ഒരുപാട് ജീവികൾ അവിടെ വസിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്കൊരു ഹാബിറ്റേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ മാംഗ്രോവ്സ്, കണ്ടൽക്കാടുകൾ. ഈ കണ്ടൽക്കാടുകളിലും ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട്. ഇനി പോളാർ റീജിയൻ, ധ്രുവപ്രദേശം. ഇപ്പോൾ പോളാർ ബിയർ ഉണ്ട് അല്ലേ. അതുപോലെ പോളാർ റീജിയൻ, ധ്രുവപ്രദേശം, നല്ല തണുപ്പുള്ള ഏരിയയാണ്. അപ്പോൾ ധ്രുവക്കരടി എന്നാണ് ഇതിന് പറയുക മലയാളത്തിൽ. അപ്പോൾ ഇതുപോലെയുള്ള ജീവികളൊക്കെ നമ്മളെ പോളാർ റീജിയനിലുണ്ട്. അപ്പോൾ നമുക്ക് പോളാർ റീജിയനും ഒരു ഹാബിറ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, മാംഗ്രോവ്സ്, പോളാർ റീജിയൻ. അതുപോലെ ഫോറസ്റ്റ് നമുക്കിവിടെ കൊടുക്കുക. ഫോറസ്റ്റിലും ഒരുപാട് ജീവികൾ താമസിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ്